സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. രേണുസുതി കിച്ചു തമ്മിലുള്ള പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വ്യാപകമായി തന്നെ ചർച്ചയാകുന്നത്. സുധി മരിച്ച ദിവസം തന്റെ സുഹൃത്തുക്കൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നും താനന്ന് പട്ടിണി കിടന്നു എന്നൊരു ഇന്റർവ്യൂവിൽ തുറന്നു പറയാൻ തുടങ്ങിയ അതുമുതലാണ് കാര്യങ്ങൾ വലിയ രൂപത്തിൽ വഷളായി മാറിയത്. പിന്നീട് രേണുസുതിയും രംഗത്ത് വരികയാണ്. അതിനുശേഷം വലിയ രൂപത്തിലുള്ള വിമർശനം രേണുസുതിയും തേടിയെത്തി. രേണുസുതിയുടെ വലിയ രൂപത്തിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. എന്നാൽ രേണുസുതി തുറന്നു പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ ആ കുട്ടിയെ മാനസികമായൊന്നും വേദനിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വരെ ആ കുട്ടി ചോദിച്ചപ്പോൾ പണം ഞാൻ അയച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് രേണുസുതിയും പറഞ്ഞത്. കിച്ചുവുമായുള്ള ബന്ധത്തെപ്പറ്റിയും കിച്ചു തന്റെ മകനുമായുള്ള ബന്ധത്തെപ്പറ്റിയും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലെ ലൈവിലൂടെ രേണുസുതി മനസ്സ് തുറന്ന് സംസാരിക്കുകയായിരുന്നു. എന്നാൽ സങ്കടം താങ്ങാനാവാതെ രേണുസുതി പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. തനിക്ക് ഈ സ്ട്രെസ് ഒന്നും താങ്ങാനാകുന്നില്ല എന്നും ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചു തുടങ്ങിയെന്നുമാണ് രേണുസുതി വ്യക്തമാക്കിയത്. തന്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്ത, തന്റെ ജീവിതം സമാധാനമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർത്ത ഓരോ സൈബർ ആക്രമികളെ പറ്റിയും രേണുസുതി നിങ്ങൾക്കൊക്കെ സമാധാനമായില്ലേ എന്ന രൂപത്തിലാണ് ചോദ്യങ്ങളും ചോദിച്ചത്. രേണുസുതിയെയും കിച്ചുവിനെയും തേടി ഒരുപാട് വിമർശനം വരുന്നുണ്ട്. കിച്ചുവിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുമാണ് രേണുസുതിയുടെ വാദം. കിച്ചുവിനെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം തന്നെ കിച്ചു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞപ്പോൾ രേണുസുതിക്ക് വലിയ രൂപത്തിലുള്ള ആക്രമണവും നേരിടേണ്ടി വന്നു. നിങ്ങൾക്ക് രേണുസുതിയാണോ കിച്ചുവിനെയാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് പറയുക. നിങ്ങൾക്ക് ഇരുവരെയും ഇഷ്ടമാണെന്ന കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.